ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് കേരള സർവകലാശാലയിൽ സുരക്ഷ ശക്തം. സർവകലാശാല പരിസരത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. സംസ്കൃത വിഭാഗം സെമിനാറിൽ പങ്കെടുക്കാനാണ് ഗവർണർ 2 വർഷത്തിന് ശേഷം സർവകലാശാലയിൽ എത്തുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, വലിയ പോലീസ് സന്നാഹം തന്നെയായിരിക്കും. കാരണം നമുക്കറിയാം ഗവർണറോട് ഏതു രീതിയിലുള്ള സമീപനമാണ് SFI നേതാക്കൾ വച്ചു പുലർത്തുന്നത് എന്നുള്ളത്. കേരള സർവകലാശാലയിൽ സന്ദർശനത്തോടനുബന്ധിച്ച് അദ്ദേഹം എത്തുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ശക്തമാണ്? രോഹിണി, ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ സന്ദർശനത്തോടനുബന്ധിച്ച് സർവകലാശാലയുടെ പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. സർവകലാശാല ഗേറ്റിന് വെളിയിലും അതുപോലെ തന്നെ സർവകലാശാലയ്ക്ക് അകത്തുമെല്ലാം വലിയ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സന്നാഹം ഇരു സ്ഥലങ്ങളിലും നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ SFI വിദ്യാർത്ഥികളടക്കമുള്ളവർ ഈ പ്രതിഷേധവും വരാനുള്ള സാധ്യതയുണ്ട്. ആ പ്രതിഷേധ സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തുണ്ടാക്കിയിട്ടുണ്ട്. ഈ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അതായത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് മുന്നിൽ പോലീസിനെ നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഗേറ്റിന് വെളിയിലും പോലീസ് സന്നാഹം നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജലപീരങ്കി വാഹനങ്ങളടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുമുണ്ട്. കനത്ത സുരക്ഷ തന്നെയാണ് യൂണിവേഴ്സിറ്റിയും പരിസരവും നിലവിലുള്ളത്. പോലീസ് എല്ലാ സ്ഥലത്തും പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കുന്നുണ്ടെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഈ SFI വിദ്യാർത്ഥികൾ ഗവർണറോട് വെച്ച് പുലർത്തുന്ന സമീപനം, വഴിയിൽ തടയുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നു. അദ്ദേഹത്തെ ദേഹോദ്രം ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളെല്ലാം നേരത്തെ അരങ്ങേറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നിലവിൽ ഈ ഗവർണറുടെ സന്ദർശനം എന്ന് പറയുന്നത് 2 വർഷത്തിന് ശേഷമാണ് ഗവർണർ സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സമയമാണ് ചാൻസലർ കൂടിയായ ഗവർണർ. അതോടൊപ്പം സർക്കാരും മറ്റ് ഇടത് സംഘടനകളടക്കം ഈ ഗവർണറുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, നേരത്തെ കുറച്ചുകൂടി ബന്ധം ഉലച്ചിൽ പറ്റിയിരിക്കുന്ന സാഹചര്യവും കൂടിയൊക്കെയാണ് നിലവിലുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളടക്കം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേരും. നിലവിൽ സംസ്കൃത വിഭാഗത്തിന്റെ ഒരു സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. സംസ്കൃത വിഭാഗത്തിന്റെ സെമിനാറിൽ അധ്യക്ഷത വഹിക്കുന്നത് VC ആണ്. ഡോക്ടർ മോഹൻ കുന്നുമൽ ആണ് അധ്യക്ഷത വഹിക്കുന്നത് ഈ പരിപാടിയിൽ. അതിനുശേഷം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ് ഗവർണറുടെ ദൗത്യം എന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഗവർണർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തും. സാഹചര്യത്തിലാണ് സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നത്. ഈ സംസ്കൃത വിഭാഗം സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത്. നേരത്തെ തന്നെ നാം പറഞ്ഞതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ശക്തമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കം ഈ ചടങ്ങ് ബഹിഷ്കരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ ഇവർ അറിയിക്കുകയും ചെയ്തിരുന്നു, ഇത്തരത്തിൽ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഒരു സന്ദർശനത്തിന്റെ ഭാഗമായി ചടങ്ങുമായി സഹകരിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടന്നിരുന്നു. ആ യോഗങ്ങൾ നടക്കുമ്പോഴെല്ലാം ഇത്തരം സമീപനങ്ങളായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ആ സമാനമായ സാഹചര്യമാണ് ഇപ്പോഴും സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടരുന്നത്. ഇതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് ഉള്ള റിപ്പോർട്ടുകൾ കൂടി ലഭിക്കുന്നത്. അതായത് ഈ പുറത്തുനിന്നോ അല്ലെങ്കിൽ ഈ ഉദ്ഘാടനം നടക്കുന്ന ഹാളിലേക്കടക്കം, സെനറ്റ് ഹാളിലേക്കടക്കം തള്ളിക്കയറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളിലും പോലീസിന്റെ ഒരു സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ മെയിൻ കവാടത്തിലും, അതായത് മുഖ്യ കവാടത്തിലും, അതോടൊപ്പം ഗവർണർ വന്നെത്തുന്ന വഴികളിലെല്ലാം പോലീസിന്റെ ഒരു സുരക്ഷാ കവചമുണ്ട്, സുരക്ഷാ വിന്യാസം ചെയ്തിട്ടുമുണ്ട്. എന്തായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ ഈ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക്, സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിച്ചേരും. 2 വർഷത്തിന് ശേഷമാണ് ഗവർണർ സർവകലാശാല സന്ദർശിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു സന്ദർശനത്തിനുണ്ട്. നേരത്തെ 2 വർഷങ്ങൾക്ക് മുമ്പ് സമാനമായൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ പ്രതിഷേധങ്ങൾ അവിടെ ആ സന്ദർശനത്തോടനുബന്ധിച്ച് ഉണ്ടാകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ആ പരിപാടി പിന്നീട് റദ്ദാക്കുന്ന ഒരു നിലയിലേക്കൊക്കെ ചെന്നെത്തിയിരുന്നു. ഗവർണർ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ ഗവർണറായി വന്നതിന് ശേഷം ഒരു തവണ മാത്രമാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത്
എത്തിയിരുന്നത്. അതിനുശേഷം പിന്നീട് എത്തുന്നത് ഇപ്പോഴാണ് ഈ സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എത്തുന്നത്. എന്തായാലും സുരക്ഷാ വിന്യാസങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്കെല്ലാം പോലീസും കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നൊരു റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. SFIയുടെ ഭാഗത്തു നിന്ന് നമുക്കറിയാം ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ വഴിയിൽ തടയുന്നതടക്കമുള്ള സമീപനങ്ങൾ ഗവർണറുടെ വഴിയിൽ തടയുന്നതടക്കമുള്ള സമീപനങ്ങൾ SFIയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, മുൻകാലങ്ങളിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം നിലവിലും അത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തുള്ളതെന്നാണ് നമുക്ക് ഈ അടുത്ത സമീപ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് യൂണിവേഴ്സിറ്റി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കടുത്ത സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നത്. ഇപ്പോൾ VC മോഹൻ കുന്നുമേൽ അടക്കമുള്ളവർ പുറത്തേക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ പുറത്തേക്ക് ഗവർണറെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നെത്തി നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയുടെ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തിച്ചേരും. ഏതായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും ലഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിന്യാസങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ തന്നെ പല ഗേറ്റുകളടക്കം പോലീസിനെ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജലപീരങ്കി അടക്കമുള്ള വാഹനങ്ങളും ഇവിടേക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ മുഖ്യ കവാടത്തിന് മുന്നിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഒരു വിന്യാസവും ശക്തമായൊരു വിന്യാസവും ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സെമിനാർ നടക്കുന്ന ഹാളിലും പോലീസിന്റെ വിന്യാസമുണ്ട്. അതുപോലെ തന്നെ ആ ഹാളിലേക്ക് തള്ളിക്കയറാനുള്ള സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടുള്ള സജ്ജീകരണങ്ങൾ അടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേരും. ഇപ്പോൾ നമുക്ക് ഈ ഒരു സർവകലാശാലയുടെ മുഖ്യ കവാടത്തിനുള്ളിൽ നിന്ന് സർവകലാശാലയുടെ മുഖ്യ കവാടത്തിന്റെ ദൃശ്യം കൂടിയാണ് കാണാൻ കഴിയുന്നത്. അവിടെയാണ് പുറത്തേക്കാണ് ഇപ്പോൾ VC അടക്കമുള്ള ഡോക്ടർ മോഹൻ കുന്നുമേൽ അടക്കമുള്ളവർ ഗവർണറെ സ്വീകരിക്കുന്നതിനായി ഇറങ്ങി നിൽക്കുന്നത്. മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിക്ക് വെളിയിൽ പുറത്ത് ഭാഗമാണ്. അവിടെയും പോലീസിന്റെ ഒരു വലിയ സന്നാഹമുണ്ട്. അവിടേക്ക് ഈ പ്രവർത്തകരെത്താനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സജ്ജീകരണങ്ങളും എന്തായാലും തയ്യാറാക്കിയിരിക്കുകയാണ്. അല്പസമയത്തുള്ളിൽ ഗവർണർ ഇവിടേക്ക് എത്തും, യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനത്തേക്ക് എത്തും. 2 വർഷത്തിന് ശേഷം സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ എത്തുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. ആ ഒരു പ്രത്യേകത കൂടിയാണ് ഇന്നത്തെ ചടങ്ങിലുള്ളത്. സർവകലാശാലയിലേക്ക് എത്തുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഗവർണർ സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെയും അതുപോലെ തന്നെ ഇടത് അധ്യാപക സംഘടനകളും ഇടത് സംഘടനകളുടെയും എല്ലാം ഒരു സമീപനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ ശക്തമായ രീതിയിൽ നീങ്ങുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല VC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്ത് കൂടിയാണ് ഇവിടെ ഗവർണർ ഈ യൂണിവേഴ്സിറ്റി സർവകലാശാലയുടെ ആസ്ഥാനം സന്ദർശിക്കുന്നു എന്നതടക്കമുള്ളൊരു പ്രത്യേകതയുമുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഗവർണർ ഇവിടേക്ക് എത്തിച്ചേരും. സംസ്കൃത വിഭാഗം സംഘടിപ്പിക്കുന്ന സെമിനാർ നടക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായിട്ടാണ് ഈ സെമിനാർ നടക്കുന്നത്. ആ സെമിനാറിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഗവർണർ എത്തുന്നത്. പോലീസിന്റെ ഒരു വലിയ സുരക്ഷാ സന്നാഹം യൂണിവേഴ്സിറ്റിക്ക് പുറത്തും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് അകത്തും മുഖ്യ കവാടത്തിനകത്തുമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഗവർണർ അല്പസമയത്തിനുള്ളിൽ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരമുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. എന്തായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയുള്ള റിപ്പോർട്ടുകളും പോലീസിൽ ലഭിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകളടക്കം ഗവർണറെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്കും ഗവർണർ പോകുന്ന മേഖലകളടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഗവർണറെ വഴിയിൽ വെച്ച് തടയുമെന്നടക്കമുള്ള പ്രസ്താവനകൾ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളടക്കമുള്ളവർ ഈ പരിപാടി ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പത്രസമ്മേളനത്തിലുള്ള ഈ ബഹിഷ്കരണ നയം അവർ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഗവർണർ സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയത്തുള്ളിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ ഏകദേശം 5 മിനിറ്റിനുള്ളിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും. സംസ്കൃത വിഭാഗത്തിന്റെ സെമിനാർ 2 ദിവസങ്ങളിലായി സെമിനാർ നടക്കുന്നുണ്ട്. ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ സർവകലാശാലയിലേക്ക് എത്തുന്നത്. VC അടക്കമുള്ളവർ, സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ അടക്കമുള്ളവർ ഇപ്പോൾ ഗവർണറെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർവകലാശാല മുഖ്യ കവാടത്തേക്ക് എത്തി നിൽക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഗവർണർ എത്തിച്ചേരും. എന്തായാലും പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട്
ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളടക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും സജ്ജീകരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോലീസിന്റെ ഒരു വിന്യാസവും നടത്തിയിട്ടുണ്ട്. അതായത് ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന മേഖലകളിലെല്ലാം അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ തള്ളിക്കയറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസിന്റെ ഒരു സുരക്ഷാ വിന്യാസവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.